ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ലോകം മുഴുവൻ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ചൂടാകുന്ന സമയത്ത് തണുപ്പ് രാജ്യത്ത് പോയി താമസിക്കാനാണ് താല്പര്യമെങ്കിൽ അതും നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ കോടിയേരിയുടെ മകനാണെങ്കിൽ ഒരു അഭിനയം അറിഞ്ഞൂടാ എങ്കിലും അത് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമാകുന്ന കാര്യമല്ല. അതിന് ജനപിന്തുണ എന്ന് പറയുന്ന ഒരു കാര്യം വേണം. ജനപിന്തുണ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അധികാരത്തിൽ വരിക എന്നത്. രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന കുടുംബ പാരമ്പര്യവും ഇന്ത്യ മുഴുവൻ വാങ്ങാനുള്ള കാശും എല്ലാം കയ്യിലുണ്ട്. എന്നാൽ ഒന്ന് മാത്രമില്ല, സാമാന്യ മര്യാദ. സ്ത്രീകളെ പോലും കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധി കുറച്ചെങ്കിലും മര്യാദ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ താമസിയാതെ തന്നെ ജയിലിൽ കിടന്ന് അഴിയണം എന്നത് തീർച്ചയാണ്. രാഹുൽ ഗാന്ധിയെ എത്ര തിരുത്തിയാലും നന്നാകില്ല. ഉത്തരവാദിത്തോടെ പെരുമാറാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ പഠിപ്പിക്കുമോ? എന്നാൽ അതുമില്ല. എന്നാൽ ഉത്തരവാദിത്തോടെ പെരുമാറാൻ അവർ പഠിപ്പിക്കണമെന്ന് ഉപദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിൽ രൂക്ഷമായ വാക്കേറ്റങ്ങൾ നടക്കുന്നത് പതിവ് കാഴ്ചയാണ്. 1952 മുതൽ അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. അതായത് ഇത് പുതിയ ഒരു കാര്യവുമല്ല. എന്നാൽ ഇപ്പോഴത്തെ സംഭവം രണ്ടുപേരുടെ പരിക്കിലേക്കും പോലീസ് കേസിലേക്കും നയിക്കപ്പെട്ടിരിക്കുകയാണ്. 2 എംപിമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്ന തരത്തിലുള്ള പരിക്കും ഉണ്ടായിരുന്നു. വളരെ ദൗർഭാഗ്യകരമായ ഈ സാഹചര്യം ഒഴിവാക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഒരിക്കലും ആരോഗ്യപരമായ പ്രതിരോധത്തിലേക്ക് കടക്കരുത് എന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ശാസന നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ വളരെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിനെയും രാഹുലിനെയും ഒരിക്കലും തിരുത്താനാകില്ലെന്നും തിരുത്തിയാലും നന്നാകാൻ പോകുന്നില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. പാർലമെന്റിന് പുറത്തു പോലും ബഹളം വെച്ചവരാണ് കോൺഗ്രസുകാർ. രാഹുലിന്റെയും കോൺഗ്രസിലെ മറ്റ് നേതാക്കളുടെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ മാറ്റാൻ സാധിക്കുകയുമില്ല. ഭരണഘടനയെ അവഹേളിക്കാനും BR അംബേദ്കറുടെ പൈതൃകം നശിപ്പിക്കാനും ശ്രമിച്ചവർ തന്നെയാണ് കോൺഗ്രസുകാർ. BJP എംപിമാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയോടും രാഹുലിനോടും മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ രാഹുലിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ മാറുമെന്നും തോന്നുന്നില്ല. സഭയിൽ ബഹളം വെക്കുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും മറ്റ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത് പോലും രാഹുൽ ഗാന്ധിയാണ്. ശീതകാല സമ്മേളനത്തിലെ മുഴുവൻ നടപടിക്രമങ്ങളും പരിശോധിച്ചു നോക്കിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നത് രാഹുലും കോൺഗ്രസുമാണെന്ന് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. ഇത് കിരൺ റിജിജു വ്യക്തമായി പറയുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കയ്യേറ്റത്തിൽ 2 എംപിമാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മറ്റൊരു എംപിയെ തള്ളിയിടുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമല്ല എന്നും കേന്ദ്രമന്ത്രി തുറന്നു പറയുന്നുണ്ട്. BJP എംപിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വൈകാതെ തന്നെ രാഹുലിനെ ജയിലിൽ പോയി കാണാനായിരിക്കും സഹോദരി പ്രിയങ്കയുടെ വിധിയും.